എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരുമിച്ച് ചില വലിയ ആശയങ്ങളെ കുറച്ചുകൂടി ലളിതമായി മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോ എല്ലാവർക്കും സ്വാഗതം. ശരി, അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാമല്ലേ? ഒരുപാട് കാലമായി വിശ്വാസികളായിരിക്കുന്നവരെ പോലും ചിലപ്പോൾ കുഴപ്പിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ പാസ്റ്റർ അഡ്രിയൽ സാഞ്ചസ് ഒരിക്കൽ തന്റെ സൺഡേ സ്കൂൾ ക്ലാസ്സിലെ കുട്ടികളോട് ഈ ചോദ്യം ചോദിച്ചു. അപ്പൊ കിട്ടിയ മറുപടി അത് ശരിക്കും രസകരമായിരുന്നു. അപ്പൊ ഈയൊരു കൺഫ്യൂഷനില്ലേ, ഇത് നമ്മളെ ക്രിസ്തുമതത്തിലെ വളരെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തത്തിലേക്കാണ് നേരെ കൊണ്ടെത്തിക്കുന്നത്. അതാണ് അവതാരം. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഇത്രയും സങ്കീർണമായൊരു കാര്യത്തിന് എങ്ങനെയൊരു വ്യക്തമായ ഉത്തരം കണ്ടെത്താൻ പറ്റുക? അതായത്, ഇത് ബൈബിളിലേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്നൊരു സംഭവമല്ല, ഒരിക്കലുമല്ല. പകരം ബൈബിളിലുള്ള കാര്യങ്ങളെ ശരിയായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു വഴികാട്ടി, ഒരു ഗൈഡ്, അത്രയുള്ളൂ. അതായത്, ഈ വഴികാട്ടികൾ പസിലിന് പുതിയ കഷണങ്ങളൊന്നും തരുന്നില്ല. പകരം കയ്യിലുള്ള കഷണങ്ങൾ, അതായത് ബൈബിളിലെ ആശയങ്ങൾ എങ്ങനെ ശരിയായി ചേർത്തുവെച്ചാൽ പൂർണ്ണമായ ചിത്രം കിട്ടും എന്ന് കാണിച്ചു തരുന്നു. അത്രയുള്ളൂ. ഇങ്ങനെയുള്ള വഴികാട്ടികളിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് നിഖ്യാ വിശ്വാസപ്രമാണം. നമ്മൾ തുടക്കത്തിൽ ചോദിച്ച ആ വലിയ ചോദ്യമില്ലേ, അതിനൊരു കൃത്യമായ ഉത്തരം ഈ വിശ്വാസപ്രമാണം നമുക്ക് തരുന്നുണ്ട്. അപ്പോ എന്താണ് ആ ഉത്തരം? എന്താണ് ഈ വിശ്വാസപ്രമാണം നമുക്ക് പറഞ്ഞു തരുന്നത്? വിശ്വാസപ്രമാണം പറയുന്നത് ഇതാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ, യേശു ഒരു ഒറ്റ ദൈവിക വ്യക്തിയാണ്. ഓക്കെ, എന്നിട്ട് ആ ഒരൊറ്റ ദൈവിക വ്യക്തി തന്റെ ദൈവിക സ്വഭാവത്തിൽ ഒരു കുറവും വരുത്താതെ ഒരു പൂർണ്ണ മനുഷ്യ സ്വഭാവം കൂടി അങ്ങ് സ്വീകരിച്ചു. അതാണ് സംഭവം. ചുരുക്കി പറഞ്ഞാൽ, ദൈവം മനുഷ്യനായി. ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാം, അല്ലേ? പക്ഷേ ഇതിന്റെ അർത്ഥം, അത് വളരെ ആഴമുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവശാസ്ത്രജ്ഞർ ഇതിന് വിശ്വാസത്തിലെ ഏറ്റവും വലിയ രഹസ്യം എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെയാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം വരുന്നത്. ഈ വിശ്വാസപ്രമാണത്തിലെ ഓരോ വാക്കും വളരെ ശ്രദ്ധിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം സാധാരണയായി വരാൻ സാധ്യതയുള്ള ചില തെറ്റിദ്ധാരണകളിൽ നിന്ന് ഈ വലിയ സത്യത്തെ സംരക്ഷിക്കുന്നത് ഈ വാക്കുകളാണ്. നമുക്ക് നോക്കാം അതെന്തൊക്കെയാണെന്ന്. ഇപ്പോ യേശു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്തു വിചാരിക്കും? സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നു, അല്ലേ? പക്ഷെ അതല്ല ശരിക്കുള്ള അർത്ഥം. അതൊരു സ്ഥലമാറ്റമല്ല. അവിടെ സംഭവിച്ചത് ഒരു കുറയ്ക്കലല്ല, മറിച്ച് ഒരു കൂട്ടിച്ചേർക്കലാണ്. അതായത്, തന്റെ ദൈവികതയിൽ നിന്ന് ഒന്നും കുറയ്ക്കാതെ മനുഷ്യന്റെ സ്വഭാവം കൂടി അങ്ങോട്ട് കൂട്ടിച്ചേർത്തു. അതാണ് ആ വിനയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, ഒരു പുൽത്തൊട്ടിയിൽ ഒരു സാധാരണ കുഞ്ഞിനെപ്പോലെ ഉറങ്ങുന്ന അതേ നിമിഷം ആ കുഞ്ഞു തന്നെയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്റെ ശക്തി കൊണ്ട് താങ്ങി നിർത്തുന്നത്. എങ്ങനെയുണ്ട്? അതാണ് ആ വലിയ രഹസ്യം. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട വാക്കുണ്ട്. യേശു സൃഷ്ടിക്കപ്പെട്ടവനല്ല, ജനിപ്പിക്കപ്പെട്ടവനാണ്. എന്താ വ്യത്യാസം? ഒരാശാരി ഒരു കസേര ഉണ്ടാക്കുന്നു, അല്ലേ? പക്ഷേ ആ ആശാരിക്കൊരു കുഞ്ഞ് ജനിക്കുന്നു. കസേരയ്ക്ക് ആശാരിയുടെ സ്വഭാവമില്ല, പക്ഷേ കുഞ്ഞിന് അപ്പന്റെ അതേ സ്വഭാവം തന്നെ ഉണ്ടാകും. അതുപോലെയാണിതും. യേശു ഒരു സൃഷ്ടിയല്ല, പിതാവായ ദൈവത്തിന്റെ അതേ സ്വഭാവമുള്ള നിത്യനായ പുത്രനാണ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ പണ്ടത്തെ കാലത്തെ ചർച്ചകളല്ലേ, ഇന്ന് ഇതിനെന്താ പ്രസക്തിയെന്ന്. പക്ഷെ ഞെട്ടിക്കുന്ന സത്യം എന്താണെന്നറിയുമോ? ഈ പുരാതന തെറ്റിദ്ധാരണകൾ ഇന്നും ഈ നിമിഷവും ഒരുപാട് പേർ വിശ്വസിക്കുന്നുണ്ട്. 2022 നടന്നൊരു പഠനം നോക്കിയാൽ നമ്മളെ ശരിക്കും ഞെട്ടിപ്പോവും. 73%. അത്രയും അമേരിക്കൻ ഇവാഞ്ചലിക്കലുകളും വിശ്വസിക്കുന്നത് യേശു ദൈവത്തിന്റെ ആദ്യത്തെയും ഏറ്റവും വലിയതുമായ സൃഷ്ടിയാണെന്നാണ്. ഇത് പണ്ട് സഭ തള്ളിക്കളഞ്ഞ ഏരിയനിസം എന്ന അതേ തെറ്റായ പഠിപ്പിക്കലാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും, എന്തിനാ ഇത്ര ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്? ഇതൊക്കെ അറിഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പം, അല്ലേ? കാരണം ഇത് വെറുമൊരു ഫിലോസഫിയോ തർക്കമോ അല്ല. നമ്മുടെയൊക്കെ രക്ഷയുടെ, ക്രിസ്തീയ പ്രത്യാശയുടെ എല്ലാം അടിത്തറ തന്നെ ഈയൊരു സത്യത്തിലാണ് നിൽക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. യേശു ഒരു പൂർണ്ണ മനുഷ്യനായതുകൊണ്ട് അവന് നമ്മളെ പ്രതിനിധീകരിക്കാൻ പറ്റി, നമുക്കുവേണ്ടി നിൽക്കാൻ പറ്റി. ഇനി യേശു പൂർണ്ണനായ ദൈവമായതുകൊണ്ട് മാത്രം അവന്റെ ബലിക്ക് ലോകത്തിലെ എല്ലാ പാപങ്ങൾക്കും പരിഹാരം ചെയ്യാനുള്ള അനന്തമായ വിലയുണ്ടായി. ചുരുക്കിപ്പറഞ്ഞാൽ, ഇതിലേതെങ്കിലും ഒന്നില്ലെങ്കിൽ രക്ഷയില്ല. അത്രയ്ക്ക് പ്രധാനപ്പെട്ട കാര്യമാണിത്. ഈ വലിയ ദൈവശാസ്ത്ര സത്യത്തിന് നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത്? ടിബറ്റിൽ പ്രവർത്തിച്ചൊരു മിഷണറിയുടെ കഥ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിന്റെ ഒരു നേർക്കാഴ്ച കിട്ടും. അപ്പോ ആ മിഷനറി
ടിബറ്റിലെ കൊടും തണുപ്പുള്ള വൃത്തിയില്ലാത്ത ഒരു കാളിത്തൊഴുത്തിൽ നിൽക്കുകയായിരുന്നു. അപ്പോ പെട്ടെന്ന് അദ്ദേഹത്തിനൊരു തിരിച്ചറിവുണ്ടായി. ദൈവമേ, എന്റെ രക്ഷകൻ ജനിച്ചത് ഇതുപോലൊരു സ്ഥലത്താണല്ലോ, ഒരു കൊട്ടാരത്തിലല്ല. എന്റെയൊക്കെ ജീവിതം പോലെ സാധാരണമായ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലേക്കാണല്ലോ അവൻ ഇറങ്ങിവന്നത്, എനിക്ക് വേണ്ടി. അതെ, ഈ സത്യം നമ്മൾ കണ്ടുപിടിച്ചതോ ഉണ്ടാക്കിയതോ ആയ ഒന്നല്ല. ഗാനരചയിതാവായ റിച്ച് മുള്ളൻസ് പറഞ്ഞതുപോലെ ഇത് നമ്മളെ ഉണ്ടാക്കുന്ന, നമ്മളെ രൂപപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോ അവസാനത്തെ ചോദ്യം ഇതാണ്: ഈ സത്യം നിങ്ങളെ എന്താക്കി മാറ്റുന്നു? ദൈവം നമുക്കുവേണ്ടി മനുഷ്യനായി എന്ന ഈ വലിയ രഹസ്യം അത് വെറുമൊരു അറിവായി ഒതുങ്ങേണ്ട ഒന്നല്ല. അത് നമ്മളെ തന്നെ മാറ്റാൻ ശക്തിയുള്ള ഒന്നാണ്. ആഴത്തിൽ ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലൊരു വലിയ മാറ്റത്തിന് തന്നെ കാരണമായേക്കാം.